ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് റവ വെച്ചുണ്ടാക്കുന്ന ഒരു ലബനീസ് നൈറ്റ് ഡെസേർട്ടാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെസേർട്ടാണ്. ഇതിനെ ലയാലി ലുബ്നാൻ എന്ന് പറയും. ലയാലി ലുബ്നാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയാലി എന്ന് പറഞ്ഞാൽ നൈറ്റ് എന്നാണ് അർത്ഥം, ലുബ്നാൻ എന്ന് പറഞ്ഞാൽ ലബനീസ്. അപ്പോൾ ലബനീസ് നൈറ്റ് ഡെസേർട്ട് എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെസേർട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 2.5 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2.5 കപ്പ് പാലെടുത്തു. അതിലേക്ക് പഞ്ചസാര ഒരു 1/4 കപ്പും പിന്നെ ഒരു 1/4 കപ്പിൻ്റെ പകുതിയും കൂടി ഞാൻ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് റവയും കൂടി ചേർത്തു. ഇത് മൂന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നന്നായി ചൂടായതിന് ശേഷം തീയൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് കുറുക്കിയെടുക്കാൻ. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇതിങ്ങനെ റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ കുറുകി വരികയും ചെയ്യും, റവ അല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ കുറുകി വരും. അപ്പോൾ നമുക്കിത് കുറുക്കിയെടുക്കാം. അപ്പോൾ നല്ല തിക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അത് നന്നായി ഒന്ന് തിക്കായി വരട്ടെ. തിക്കായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ, ഞാനിപ്പോൾ റോസ് വാട്ടറാണ് ഉപയോഗിക്കുന്നത്. ഇത് ബ്ലോസം വാട്ടർ ഉണ്ടെങ്കിൽ ബ്ലോസം വാട്ടർ ഉപയോഗിച്ചാലും മതി. അത് ഒഴിക്കാൻ ഇപ്പോൾ നമ്മുടെ റവ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇത് നല്ല തിക്കായി വന്നതിന് ശേഷം നമുക്ക് ഉടനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഏതാണ് ട്രെയിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ വെക്കുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഇരിക്കുമ്പോൾ റവ നല്ല സെറ്റായി പോകും. അപ്പോൾ ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒരു മോൾഡിലേക്കാണ് മാറ്റുന്നത്. ഞാനപ്പോൾ ഇത് കേക്കിൻ്റെ ഒരു മോൾഡിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ നമുക്കിത് എടുക്കാനും കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഏത് പുഡിംഗ് ട്രെയിൽ വേണമെങ്കിലും നമുക്കിതിൽ ഒഴിച്ച് സെറ്റ് ചെയ്യാം. ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. ഇതിപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് വരെ ഫ്രഷ് ക്രീം നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതിന് ഈ ഒരു പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ക്രീമാണെങ്കിൽ ക്രീം യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഫ്രഷ് ക്രീം യൂസ് ചെയ്യാം. അതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ചിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് നല്ല തിക്കാക്കി എടുക്കണം. ക്രീം നല്ല തിക്കാക്കി എടുക്കണം. ഇത് നമുക്ക് ബീറ്റ് ചെയ്തിട്ട് നല്ല തിക്കാക്കി എടുക്കാം. ഇതിലേക്ക് പിന്നെ വേറെ ഷുഗറൊന്നും നമ്മൾ ആഡ് ചെയ്യണ്ട. അപ്പോൾ നമ്മൾ ക്രീമാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കണം കേട്ടോ. എന്താ വെച്ചാൽ അതിന് മധുരം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് പഞ്ചസാര ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിന് അത്യാവശ്യം മധുരം ഉണ്ടാവും. പിന്നെ നമ്മുടെ അടിയിൽ വരുന്ന ഈ റവേൻ്റെ ആ ഒരു ലെയറില്ലേ, ആ ലെയറിന് കുറച്ച് മധുരം കുറച്ച് കുറവായിരിക്കും. പുഡിങ്ങിൻ്റേതായ ഭയങ്കര മധുരം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളതിന് സിറപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ തണുത്ത ഒരു റവയുടെ ആ ഒരു മിക്സിൻ്റെ മുകളിലായിട്ട് ഈ ക്രീം ഒന്ന് നിരത്തി കൊടുക്കുന്നുണ്ട്, അതിങ്ങനെ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് അതിൻ്റെ മുകളിലായിട്ട് പിസ്താഷ്യോ ഇട്ടിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്നതെന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റായി കിട്ടും നമുക്ക്. ഇത് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടാണ് കേട്ടോ സെർവ് ചെയ്യുക. അപ്പോൾ അടിയിൽ ഇത്തിരി മധുരം കുറവാണെങ്കിലും ആ ഷുഗർ സിറപ്പോടുകൂടി നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഷുഗർ സിറപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ ഇതിന് മുന്നായിട്ട് കുനാഫേൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇത് കാണിക്കുന്നില്ല. അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ അത് നോക്കിയാൽ മതിയാവും. സംശയമുള്ളവർക്ക് അത് നോക്കിയാൽ മതിയാവും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെസേർട്ടാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. താങ്ക് യു.